ഒരാഴ്ചയില് 12 മണിക്കൂർ ദിവസം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ 8 മണിക്കൂർ ദിവസം വെച്ച് വർക്ക് ചെയ്തിട്ട് ഒരാഴ്ച ഫുള്ളായിട്ട് കട്ടപ്പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മള്, അല്ലെ? അപ്പൊ ഇതിലേത് വർക്ക് ഷിഫ്റ്റ് എടുത്താലാണ് നമുക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും, അതുപോലെ തന്നെ കൂടുതൽ വർക്ക് ലൈഫ് ബാലൻസ്, കൂടുതൽ ഫാമിലി ടൈം, ഏതൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാം. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ്സ് മീ എഫ്എം ഫ്രാൻസിസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമുക്ക് 12 മണിക്കൂർ വെച്ചിട്ട് എല്ലാ ദിവസവും, അതായത് ഒരു 5 ദിവസം 12 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്താൽ മതി. 12 മണിക്കൂർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നമ്മളെല്ലാരും ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലത്തെ ഭൂരിഭാഗം ആൾക്കാരും പുറത്തു പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലം പ്രിഫർ ചെയ്യുന്നത് എവിടെയാണ്? ഒന്നിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്. ഇപ്പൊ ഈ ഇടയായിട്ട് ഒരു 5-6 വർഷത്തിനുള്ളിലാണ് ഒരു യൂറോപ്യൻ കൺട്രീസിന്റെ ട്രെൻഡ് കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, എല്ലാവരും മൺഡേ ടു ഫ്രൈഡേ 8 മണിക്കൂർ വെച്ചിട്ട് കട്ടപ്പണി, ഒരു 1 hour ഒക്കെയാണ് ബ്രേക്ക് കിട്ടുള്ള ഏകദേശം. അപ്പൊ അതിനുള്ളിൽ ജീവിച്ചു പോകുന്നവരാണ്. അതിനുള്ളിൽ ഫാമിലി ലൈഫും എന്റർടൈൻമെന്റും ബാക്കിയുള്ള എല്ലാ പരിപാടികളും കുത്തി നിറയ്ക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഇവിടെ യൂറോപ്യൻ കൺട്രീസിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ചാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫാമിലി ടൈം, അതുപോലെ തന്നെ കൂടുതൽ എന്റർടൈൻമെന്റ്, ഇതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. ജോലിയോട് കൂടെ തന്നെ ഇതും ഒരു ബാലൻസോടുകൂടി പോകണം. അപ്പൊ നമുക്ക് പറയാം, പുറത്തു പോയി ജീവിക്കുന്നവരൊക്കെ പറയും അവിടെ ഭയങ്കര ഫാമിലി ടൈം, അവിടെ അവർക്ക് കറങ്ങി നടക്കാനും അവിടെ ഫോട്ടോ എടുക്കാനും ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് പറയും. പക്ഷെ സത്യാവസ്ഥ എന്താണ്? ഇവിടെ 12 മണിക്കൂർ വെച്ചിട്ട് 3 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. ചിലവർ 37 മണിക്കൂർ വർക്ക് ചെയ്യും, ചിലവർ 36 മണിക്കൂർ വർക്ക് ചെയ്യും. ഇത് വീക്കിൽ വെച്ചിട്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കൾച്ചറിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മൾ മിഡിൽ ഈസ്റ്റില് ഒരു 6 വർഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ എനിക്കെന്തു ഡ്യൂട്ടിക്ക് പോകുന്നു, 8 മണിക്ക് കയറുന്നു, ഒരു 4 മണിയാവും തിരിച്ചു വരുന്നു. 8 മണിക്കൂർ. അവിടെ തന്നെ വർഷത്തില് ഒരു മാസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ഒരു വർക്ക് കൾച്ചർ. പക്ഷെ ഇതിനിടയിൽ നമ്മള് ബാക്കിയുള്ള ഫ്രണ്ട്സ് ആയിട്ട് ഒത്തുകൂടാനും, ബാക്കിയുള്ള പാർട്ടി, ബാക്കി എന്റർടൈൻമെന്റ്, ബാക്കി പുറത്തേക്ക് പോകാനോ അങ്ങനെയല്ലാതെ നമ്മൾ ഇതിനിടയിലാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പൊ അറിയാം, മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ ജോലി ചെയ്യുന്നവർക്കും സമയം കുറവാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. അവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എനിക്കൊന്ന് പോകുന്നു അങ്ങനെ ഒരു ചിന്താ രീതി വരാൻ സാധ്യത. പക്ഷെ ഇവിടെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാല് പകുതി വരികയാണ്. നമ്മള് ഒരു 3 ദിവസം വർക്ക് ചെയ്യണ്ടായിരുന്നു, 12 മണിക്കൂർ കട്ടപ്പണി. അവിടെ നോക്കണം പറയുന്നില്ല. ആ 3 ദിവസം കഴിയുന്ന പരിപാടി കഴിഞ്ഞു. പിന്നെ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് വേറെന്തൊക്കെ ചെയ്യാം, അതൊക്കെ നമുക്ക് ബാക്കിയുള്ള ടൈമിൽ ചെയ്യാം. നോക്കുമ്പോ എന്താണ്, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ 36 മണിക്കൂർ 37 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ ഒരാഴ്ചയിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? ഇവിടെ അലൗഡ് ആയിട്ടുള്ള അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ വേറെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് പണി, ഒരു റെസ്റ്റും ഇല്ല. ഒരു ഡ്യൂട്ടി കഴിയുന്ന അടുത്ത ഡ്യൂട്ടിയിലേക്ക് കയറുന്നു. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മുടെ വർക്ക് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർ സംശയമാണ് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക്, അതായത് യൂറോപ്യൻ കൺട്രീസിൽ. ഞാൻ ജീവിക്കുന്ന സ്ഥലം UK-ലാണ്. അപ്പൊ ഇവിടെയുള്ളവർക്ക് ചിലവർ ചോദിക്കും, ഈ 12 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് 5 ദിവസം ജോലിക്ക് ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വിസ കാറ്റഗറി അനുസരിച്ച് എത്ര അവേഴ്സ് ആണ് വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുക ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലാണ്, ആ ബ്രാക്കറ്റിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളത്. പക്ഷെ സ്റ്റിൽ നമുക്കൊരു 20 hours 25 hours നമുക്ക് എക്സ്ട്രാ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വിസയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര പണി വേണമെങ്കിലും എടുക്കാം. 24 hours വേണം വർക്ക് ചെയ്തു. അവിടെ ആരും എന്താ പറയുന്നത് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അങ്ങനെ കണക്കൊന്നും അവിടെ വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാൻ എന്താ പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി 12 മണിക്കൂർ ദിവസം വെച്ചിട്ട് 3 ദിവസം അങ്ങനെ 36-37 മണിക്കൂറോ ഇവിടെ ആഴ്ചയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു മാസം അങ്ങനെ കൂട്ടുന്നു. അപ്പൊ അവിടെ 3 ദിവസം ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ഫ്രീ ആണ്. വീക്കെൻഡ്സ് ചിലപ്പോൾ ആൾട്ടർനേറ്റീവ് വീക്കെൻഡ്സിൽ നമുക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ വരേണ്ട സമയങ്ങളിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒത്തുകൂടാനും, അതുപോലെ തന്നെ നമുക്ക് പുറത്തു പോകാനും, പിന്നെ കൂടുതൽ സമയം നമുക്ക് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലും അങ്ങനെ വേറെ നമുക്ക് സപ്പോസ് ഇപ്പൊ ഒരു വേറെ ജോലി എക്സ്ട്രാ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർക്കും അതും ഇതിന്റെ ഇടയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പൊ കൂടുതൽ വർക്ക് സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു ഷിഫ്റ്റില്, അതായത് 12 മണിക്കൂർ ഷിഫ്റ്റിൽ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ 12 മണിക്കൂറിനുണ്ട്. പിന്നെ പ്രത്യേകത ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ജോലി ചെയ്യുന്നു, നമുക്ക് പലർക്കും അറിയാം, ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ പിന്നെ വേറെ സൈഡ് ബിസിനസ് വേറെ പരിപാടികളോ ഒന്നുമില്ല. ജോലി ചെയ്യുന്ന പറഞ്ഞാണെങ്കിൽ ജോലി തന്നെയാണ്. അവിടെ പിന്നെ ചിലപ്പോൾ നൈറ്റ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് 12 മണിക്കൂർ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കാം, അത് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് വീക്കെൻഡ്സിന് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അവിടെ ഒരു റൊട്ടേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്യൂട്ടി ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ കുക്കിംഗ് പരിപാടികളൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്.
കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചിലപ്പോ ഹസ്ബൻഡ് ചിലപ്പോ ആദ്യം ഡ്യൂട്ടിക്ക് കൊണ്ടുവരും, അതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തായിരിക്കും വൈഫ് ഡ്യൂട്ടിക്കും. അപ്പൊ അതിനിടയിൽ കുട്ടികളുണ്ടാവും, കുട്ടികൾ ചിലപ്പോ എനിക്ക് അപ്പൊ അടുത്ത ആള് പോയി ഡ്യൂട്ടിക്ക് പോകും. പക്ഷെ ഇതൊരു 3 ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആഴ്ചയിൽ നമുക്ക് സമയം ഉണ്ടാവും, നമുക്ക് കൂടുതൽ സമയം നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുക, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഫാമിലി ഉണ്ട്, അവിടെ ഇതുപോലെ തന്നെ നല്ല എന്റർടൈൻ പരിപാടികൾ, നമുക്ക് പുറത്തേക്ക് വിരുന്ന് പോലെ, പുറത്ത് സ്ഥലങ്ങൾ കാണാൻ പോലെ, സിനിമ കാണാൻ പോലെ, ഇതൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കുറെ രാജ്യങ്ങളൊക്കെ ഈ 12 hours ഷിഫ്റ്റ്, അതുപോലെ തന്നെ റിമോട്ട് വർക്ക് സെറ്റപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഉള്ള ജോബൊക്കെ ആണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വർക്കിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറെ ബെനിഫിറ്റ് നമുക്ക് ഇതിൽ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ 12 hour ഷിഫ്റ്റ് ഡെയിലി ചെയ്ത് 3 ദിവസം അങ്ങനെ ആഴ്ചയിൽ അങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര സ്ട്രെസ് ലെവൽ, എത്ര ടയർഡ്, സപ്പോസ് ഒരു ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ടയർഡ് ആണെന്ന് വെച്ചാൽ നമ്മളെ ജോലി ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല ചില സമയത്ത്. നമുക്ക് ഭയങ്കര സ്ട്രെസ് കിട്ടും. ചിലപ്പോൾ ഒരു മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആവുന്ന സമയത്ത് മടുത്തിട്ടുണ്ടാവും. പോയി മടുത്ത് എങ്ങനെയെങ്കിലും ബ്രേക്ക് ഒരു വീക്കെൻഡ് ആയാൽ മതി എന്നായിരിക്കും ഒരു ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്യുന്നത്. വേറെ രാജ്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. ഞാനൊക്കെ എടുത്ത് പറയുന്നുള്ള കൂടുതൽ ജോലി ആളുകൾ നമ്മളവിടെ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത് തോന്നുന്നത് വീക്കെൻഡ് ആവുമ്പോഴേക്കും അടുത്ത് വരേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ദിവസം നമ്മള് ഡ്യൂട്ടിക്ക് പോയി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്ക് വരുന്നുണ്ടല്ലോ, മുടക്കം നമുക്ക് വീണ്ടും 2 ദിവസം ഇരിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത ഡ്യൂട്ടിക്ക് പോവാം. അപ്പൊ അങ്ങനെ മുടക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓഫ് വരുന്നുണ്ട്. അപ്പൊ കുക്കിംഗ് ചെയ്യാൻ പുറത്തേക്ക് പോവാം, വീക്കെൻഡ്സ് ആണ്. ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചിലപ്പോൾ ഓഫ് വരും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഓഫ് ഉണ്ടായിരിക്കും, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഒന്ന് കൂടെ വന്ന് കൂടിയതിനു ശേഷം ഫുഡൊക്കെ കുക്ക് ചെയ്യാം, പുറത്തേക്ക് പോവാം. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അധികം സ്ട്രെസ് നമുക്ക് ആ വർക്ക് ചെയ്യുന്ന വീക്കിൽ നമുക്ക് വരില്ല. നമ്മള് ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കയറാൻ സമയത്ത് ഭയങ്കര റിലാക്സ്ഡ് ആവും, ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി ഉത്സാഹത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. പിന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഇവിടെ കൂടുതൽ ഉണ്ടാക്കാം. ആ കാര്യത്തില് 2 സ്ഥലത്ത് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ സെയിം ഒക്കെ തന്നെ. നമ്മൾ എത്രത്തോളം ഫിസിക്കലി മെന്റലി എത്രത്തോളം നമ്മൾ അതിനു വേണ്ടി ഔട്ട്പുട്ട് നമ്മൾ എന്തോരം സൈഡിൽ ഇടുന്നുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 hours ഡെയിലി ചെയ്ത വീക്കിലി 3 ഷിഫ്റ്റ് വെച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വീക്കിൽ ഇത്ര അവേഴ്സ് എക്സ്ട്രാ ചെയ്യാവുന്ന ഓരോ വിസ കാറ്റഗറി അനുസരിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റ് ഉണ്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തില്ല, നമുക്ക് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടാകാൻ ചെയ്യാം. ഫിസിക്കലി മെന്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ ചെയ്ത് നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ആ കമ്പനിയിലാണ് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ എടുത്തിട്ട് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ബെനിഫിറ്റ് മിഡിൽ ഈസ്റ്റ് സൈഡിൽ നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ സ്റ്റിൽ കമ്പനി നമുക്ക് അലൗ ചെയ്ത് തരണം. കമ്പനി നമുക്ക് പറയണം ഇത്ര കൂടുതൽ വേണം വർക്ക് ചെയ്തോ, സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ് നമുക്ക് അവിടെ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റിൽ നമ്മുടെ സൈഡിലെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ലൈഫും വർക്ക് നമ്മുടെ ബാലൻസ്, ആ ബാലൻസ് നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടില്ല. നമ്മൾ ഫുള്ളും വർക്ക് ചെയ്യുന്ന ഒരു തന്ത്രപ്പാടിൽ ഇങ്ങനെ അടുത്ത ആഴ്ച അങ്ങനെ ഒരു മാസം തള്ളി നീക്കുന്ന ഒരു സാലറിക്ക് വേണ്ടി കാത്തു നിന്ന് അടുത്ത സാലറിയിലേക്ക് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്ത്, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് ബാലൻസിങ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. കുട്ടികളുണ്ടാവും, ചില ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നിനും നേരം ഉണ്ടാവില്ല. അവസാനം കിട്ടുന്ന വീക്കെൻഡ് ഒരു ദിവസം കിടന്ന് തുടങ്ങാനും പിന്നെ ബാക്കിയുള്ള ദിവസം കുക്കിങ്ങോ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ ആ 2 ദിവസം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് അങ്ങനെയും ഒരു നെഗറ്റീവ് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് പൈസ സമ്പാദിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി എന്താ പറയുക ലേശം കൂടുതൽ നമുക്ക് മിഡിൽ ഈസ്റ്റിലും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ചോദിക്കാൻ പറയണമെന്ന് തോന്നി നമുക്ക് കൂടുതൽ വർക്ക് എടുക്കാം, അങ്ങനെ പ്രശ്നം. പക്ഷെ ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് അലൗ ചെയ്ത് തരുന്ന ആ ടൈമിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ വർക്ക് ചെയ്ത് നമ്മൾ ടാക്സ് കൂടുതൽ നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യണമായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഫാമിലി അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി വരുന്നവർക്ക് കാണാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ടായില്ല, പിന്നെ അടുത്ത ഓഫ് കിട്ടും, പിന്നെ വീണ്ടും ഒരു 2 ദിവസം വേണ്ടി കൂട്ടി. അങ്ങനെ ആവാൻ നല്ലൊരു ബാലൻസ് ഉണ്ടോ ഈ ടൈം. ഫ്രീ ടൈമിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം നമ്മളെ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ജോലി അവിടെ ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട്, അതിനുള്ള അത്ര അവേഴ്സ് മാത്രമാണ് ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾക്ക് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്രീ ടൈം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് നോക്കണ സമയത്ത് കുറച്ച് കുറവാണ്. പക്ഷെ യൂറോപ്യൻ കൺട്രീസിൽ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളവിടെ വർക്ക് ചെയ്യേണ്ട 12 മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫ്രീ ടൈം നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ ഒരു 3 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ 12 മണിക്കൂറാണ് വർക്ക് ചെയ്തത്, അവിടെ നമ്മൾ 8 മണിക്കൂറാണ് അവിടെ വർക്ക് ചെയ്തത് മാക്സിമം. അപ്പൊ അതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവരും ഫോൺ വിളിക്കുമ്പോഴും നമ്മൾ ഫ്രണ്ട്സ് നാട്ടിലത്തേക്ക് കാണാൻ സമയത്ത് പറയും അവർക്ക് അവിടെ 3 ദിവസമുള്ള ഡ്യൂട്ടി ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങി നടക്കാം, അവർക്ക് പുറത്തു പോകുന്ന സമയമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ സ്റ്റിൽ 12 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത്. എത്തിയതിനു ശേഷമാണ് നമ്മൾ ബ്രേക്ക് ടൈം ഫ്രീ ടൈം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ ആണെങ്കിൽ 8 മണിക്കൂർ വെച്ചിട്ട് ഡെയിലി പോകുന്നു. അപ്പൊ അവേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി ചെയ്തിട്ട് അടുത്തൊരു ജോലിയിലേക്കുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ജോലി 12 മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഒരു അടുത്ത ഒരു ഓഫ് വരുന്നുണ്ടല്ലോ, നമുക്ക് എന്തായാലും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മൈൻഡ് ഫ്രഷ് ആയി ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് അധികം സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഫ്രീ ടൈം നമുക്ക് കുറച്ചുകൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. നമുക്ക് ഓഫ് ആയിരുന്നു അടുപ്പിച്ച് ഇപ്പൊ ഒരു 3 ദിവസം വർക്ക്, തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം വർക്ക് ചെയ്തു, ബാക്കി ദിവസങ്ങളിൽ ഓഫാണ് നമുക്ക്. ബാക്കി ദിവസങ്ങളിൽ ബാക്കി 4 ദിവസം നമുക്ക് ഓഫ് എടുത്തിട്ട് ഇരിക്കാം. ചെറിയൊരു മിനി വെക്കേഷൻ പോലെയൊക്കെ നമുക്ക് എടുത്തിട്ട് എങ്ങോട്ടായാലും പോകാം. നമുക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇന്ത്യ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് യാതൊരു പ്രശ്നമില്ല. 4 ദിവസം സുഖമായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് നോക്കണം, സ്ട്രെച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ വീക്കെൻഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസ് ഒക്കെ മിഡിൽ ഈസ്റ്റിൽ വരുന്ന സമയത്ത് ആ ഒരു ഓഫ് എടുത്തിട്ട് വേണം നമ്മൾ എവിടേക്ക് സ്ഥലങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ചസ് നമുക്ക് രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ കുട്ടികളുണ്ടാവും, നമുക്ക് ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു 12 hour ഷിഫ്റ്റില് ഇവിടെ യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നു 8 മണിക്ക്, ഇപ്പൊ അടുത്ത ആള് ഡ്യൂട്ടിക്ക് പോകണം 8 മണിക്ക്. അപ്പൊ ഇവിടെ കുട്ടികളെ നോക്കാനും അങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേറൊരാളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇവിടെ ഒരാൾ പോയിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളോടെ തിരിച്ചു വരും. അതൊരു ഷിഫ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെ വന്ന് എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളുണ്ട്, കുട്ടികളെ ആര് നോക്കും, കുട്ടികളെ എവിടെ നിർത്തും? സപ്പോസ് ഒരു 10 വയസ്സിന് താഴെ കുട്ടികളൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, നമ്മള് പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വെച്ചിട്ട്. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ഗ്രാൻഡ് പാരന്റ്സിന് അല്ലെങ്കിൽ ഡേ കെയറിലേക്ക് നമുക്ക് കുട്ടികളാക്കണ്ടായിട്ട് വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് ആണ്. ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അത് ഏറ്റവും വലിയൊരു മോള് നിൽക്കുന്ന കാര്യമാണ്. വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇന്ത്യയിലും അതുപോലെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവണം. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും പ്രൊഫഷണൽസ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാല് രണ്ടുപേർക്കും ജോലി അത്ര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ അവർ ഡ്യൂട്ടിക്ക് പോകും. കുട്ടികളാരും നോക്കും, കുട്ടികളാരും നോക്കാൻ വേണ്ടിയിട്ട് ആരുള്ളത് അവിടെ. അപ്പൊ അങ്ങനെ സമയം നോക്കണ സമയത്ത് ആ ഒരു കാര്യം ഒരു കൺസേൺ ആണ്. മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഡേ കെയർ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും കൊണ്ട് നിർത്തേണ്ടി വരും. അപ്പൊ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ റെഡിയാക്കി പോകാൻ വേണ്ടി. പക്ഷെ ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ആരെങ്കിലും ഒരാള് വീട്ടിലുണ്ടാവുന്നത്, ഒരാൾ പോയി ഒരുമിക്കും അടുത്ത ആളോട് എത്തിയിരിക്കും. ജസ്റ്റ് ഒരു അരമണിക്കൂറോ 15 മിനിറ്റ് ലേറ്റ് ആകുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്. ഫാമിലി ലൈഫിൽ ഇത് ഒരു എംപ്ലോയർ നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് ഒന്നാണ് വെക്കേഷൻ. എത്ര സമയം നമുക്ക് വെക്കേഷൻ പോകാൻ പറ്റും. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കാണാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും സിക്ക് ലീവ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലിമിറ്റഡ് എത്ര സമയം നമുക്ക് ഓഫ് എടുത്ത് പോകാൻ മാറി നിൽക്കാൻ വേണ്ടി ജോലിയുടെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു 12 മണിക്കൂർ വെച്ചിട്ട് 3 ദിവസം 4 ദിവസം വീക്കിൽ വർക്ക് ചെയ്ത് അങ്ങനെ പോകുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധമായും ഒരു 200-210 hours ഇയറിൽ നമുക്ക് ഓഫ് ഉണ്ട്. അത് 12 മണി ഡിവൈഡ് നോക്കിയാണെങ്കിൽ എത്ര ദിവസം ഉണ്ടോ, 22-23 ദിവസം നമുക്ക് ഇയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഒരു 4 ഘട്ടമായിട്ട് നമുക്ക് എടുത്ത് തീർക്കാം. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. നമ്മളത് എടുത്തില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് അത് നമ്മുടെ പോയി, വെക്കേഷൻ പോയി. അപ്പൊ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ 2 വർഷം കൂടുമ്പോ എനിക്ക് ഓഫ് ആയിരിക്കാം. അപ്പൊ 2 വർഷം കൂടുമ്പോൾ 30 ദിവസം അങ്ങനെ എമർജൻസി ലീവിന് പോകേണ്ടി വരും.
അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാല് പറയുന്ന ദിവസം പറയുന്ന അവേഴ്സ് നമുക്ക് ആരോടും ചോദിക്കണ്ട. നമ്മളെ കമ്പനിയിലെ ആൾക്ക് മെയിൽ അയക്കുക അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അലവ് ചെയ്യുന്ന സ്ഥലത്തെ ആപ്പാണ് എന്താണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കിട്ടും. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മാനേജർ പോയി കണ്ട് അയ്യോ ഇവിടെ ഇവിടെ ഭയങ്കര വർക്കാണ്, ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, നമുക്ക് ഡ്യൂട്ടി എടുക്കാൻ പറ്റും, ഡ്യൂട്ടിക്ക് ഓഫ് വരാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കേണ്ട വരും. ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആരോടൊന്നും പറയണ്ട, നമ്മൾ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുക. ആ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ വല്ല ചിലപ്പോ ഇത് കണക്കെ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ ചെക്ക് ചെയ്യാൻ വരെ പുതിയ ഹയർ മാനേജ്മെന്റ് വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വെക്കേഷൻ വിട്ടു വരില്ല. പക്ഷെ നമുക്ക് എപ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതായിട്ടുള്ള അവേഴ്സ് നമുക്ക് ചോദിച്ചു പോകാം. നമുക്ക് ആരും പോയിട്ട് കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് അതിനുള്ള അനുസരിച്ചിട്ടുള്ള അവേഴ്സ് നമുക്ക് ഓഫർ നമുക്ക് തരുന്നു, അങ്ങനെ സെറ്റപ്പിലാണ് പോണത്. അപ്പോ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ മാത്രമല്ല, തിരിച്ച് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ രീതി ഉണ്ട്. എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ രീതി ഇവിടെ കുറച്ച് കൂടുതലാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിനെ ഇവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഓഫും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവര് എംപ്ലോയറിന് കൊടുക്കും. അപ്പൊ ആ കാര്യം വെച്ച് നോക്കുമ്പോ ഒരു പടി മുന്നിലാണ് യൂറോപ്യൻ കൺട്രീസിലും ജീവിക്കുന്നതും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പൊ നമുക്കറിയാം ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ട്രാവലിംഗ് ചെയ്ത് പല രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ. അപ്പൊ നമ്മള് പൊതുവെ ഇത് ധാരണയുണ്ട് ഇവർക്ക് ഇവിടെ ഇത്ര പേര് സമയം കിട്ടുന്നുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിട്ട്. ശരിക്കും പറഞ്ഞിട്ട് അവർക്ക് വെക്കേഷൻ ഉണ്ട്, അവർ ആ ഒരു ഇയർലി ആ വെക്കേഷൻ എടുക്കുന്നു, അവര് ട്രാവൽ ചെയ്യുന്നു, പട്ടിന് പോലെ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കണ ജോലിക്കുള്ള ബെനിഫിറ്റ് ഇപ്പുറത്ത് കിട്ടുന്നുണ്ട്. 12 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു കാരണവശാലും പറയണ്ട ഇവിടെ സമയം ഉണ്ടല്ലോ പോകാൻ വേണ്ടിട്ട്, നിങ്ങളുടെ സമയം കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഇതില്ല. എന്താ കാരണം നമ്മൾ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, പട്ടിന് പോലെ പണിയെടുത്തിട്ടാണ് ബാക്കിയുള്ള ഒരു 3 ദിവസം വർക്ക് ചെയ്ത് ബാക്കിയുള്ള 4 ദിവസം നമുക്ക് ഓഫ് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഫാർ ബെറ്റർ ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക്, ജോലി ചെയ്ത് വന്നവർക്ക് മാത്രമാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. ഡയറക്റ്റ് ഇവിടെ വന്ന് ഇവിടെയാണ് ഒരു പ്രൊഫഷണൽ ലൈഫ് വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ മനസ്സിലാക്കി വരില്ല. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യണ സമയത്തുള്ള ഒരു ഭയങ്കര ഒരു വ്യത്യാസമാണ്. നമുക്ക് നമ്മൾ ജോലി ചെയ്യാൻ തന്നെ ചിലപ്പോൾ തോന്നില്ല പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, ഒരു 3 ദിവസം 4 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ഓഫറിന് വേണ്ടി കാത്തിരിക്കുന്നത്, പിന്നെ വീണ്ടും അടുത്ത ഓഫർ വരുന്ന വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോക്കാണ്. അപ്പൊ നമുക്ക് ഒരു ബാലൻസ് കിട്ടുന്നുണ്ട് ഇവിടെ ആവുന്ന സമയത്ത്. ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കണ സമയത്ത് ബാലൻസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഈ വീഡിയോ കാണുന്നവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് നിങ്ങൾ എങ്ങനെയാണ് 8 hours-ലാണോ പെർ ഡേ വർക്ക് ചെയ്യുന്നത്, 12 മണിക്കൂറാണോ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലേ, അല്ല പാർട്ട് ടൈം ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കമന്റിൽ ഇടാം. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി തോന്നുന്നത്, കൂടുതൽ ഫാമിലി ടൈം എവിടെയാണ് കിട്ടുന്നത്, 8 hours വർക്ക് ചെയ്യുമ്പോഴാണോ 5 hours വർക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, അങ്ങനെ ഉണ്ടായി കമന്റ് ഇട്ടുണ്ടായി നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആരാണ് കൂടുതൽ ഇവിടെ ടൈപ്പ് ഓഫ് സ്ഥലത്താണ് കൂടുതൽ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് നോക്കാൻ പറ്റും.